മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ആകെ അസ്വസ്ഥനായി ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. തന്റെ കൺമുന്നിൽ തകർന്നു നിൽക്കുന്ന അലീനയെ കണ്ടപ്പോൾ ആ പിതാവിന്റെ ഉള്ളം വിങ്ങി. അവളുടെ മിഴിയിലെ സങ്കടം മായ്ക്കാനായി അയാൾ പതുക്കെ അവളുടെ അരികിലേക്ക് ചെന്നു. മോളെ അലീന, നീ എന്താ ഇങ്ങനെയിരുന്നു നീർന്നത്? ബാലചന്ദ്രന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. ഭവിതയും രോഹിത്തും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ എനിക്കൊരു വിഷമവുമില്ല. സ്വയം തിരഞ്ഞെടുത്ത വഴിയല്ലേ അവര് പോയത്. കൊല്ലപ്പള്ളിക്കാരെ കുറിച്ച് അവർക്കൊന്നും അറിയാഞ്ഞിട്ടില്ലല്ലോ. ശിവശങ്കറിന്റെയും കമലയുടെയും സ്വഭാവം അവർക്ക് ഉടനെ തന്നെ ബോധ്യപ്പെടും. അവിടെ ചെന്ന് 4 വർത്തമാനം കേൾക്കുമ്പോൾ സത്യാവസ്ഥ അവർക്ക് മനസ്സിലായിക്കോളും. ബാലചന്ദ്രന് തന്റെ മക്കളുടെ സ്വഭാവം പോയതുപോലെ തന്നെ കമലയുടെയും ശിവശങ്കറിന്റെയും കുടില ബുദ്ധിയും നന്നായി തന്നെ അറിയാമായിരുന്നു. അപ്പോഴേക്കും മുറിക്കുള്ളിൽ നിന്നും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് ഓടി വന്നു. അവൾ അലീനയെ വരിഞ്ഞു മുറുക്കി അങ്ങ് കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടുത്തത്തിൽ ഒരു സഹോദരിയുടെ സ്നേഹവും സുരക്ഷിതത്വവും ഉണ്ടായിരുന്നു. അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ചേച്ചി വന്നപ്പോൾ മുതൽ എനിക്ക് വലിയ ആശ്വാസമാണ്. സത്യം പറഞ്ഞ രോഹിത്താണ് എന്നെ ചതിച്ചത് ചേച്ചി. എന്റെ ഫോണും പേഴ്സുമൊക്കെ അവൻ പിടിച്ചു വാങ്ങിവെച്ച് എന്നെ വല്ലാതങ്ങ് പേടിപ്പിച്ചു. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. കൃഷ്ണമോളുടെ വാക്കുകൾ കേട്ടപ്പോൾ അലീനയുടെ ഉള്ളിൽ അല്പം ഭാരം കുറഞ്ഞു. മോളോട് എനിക്ക് എന്തിനാ മോളെ ദേഷ്യം? അലീന അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പതുക്കെ ചോദിച്ചു. കൃഷ്ണമോള് തുടർന്നു. അവർ പോയതിന് ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവർ പോയതുപോലെ തന്നെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നോളും. അച്ഛൻ പറഞ്ഞത് തന്നെയാ ശരി. കമലാന്റെയും ശിവശങ്കരങ്ങളുടെയും കൂടെ അധികകാലം അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അവർക്ക് ചേച്ചിയുടെ സ്നേഹത്തിന്റെ വില അപ്പോൾ മനസ്സിലായിക്കോളും. ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാനില്ലേ? ഞാൻ പോരെ ചേച്ചിക്ക്? ആ കുഞ്ഞു പെങ്ങളുടെ നിഷ്കളങ്കമായ ചോദ്യം അലീനയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിയിച്ചു. ബാലചന്ദ്രൻ സമയം ശ്രദ്ധിച്ചു. ഹോസ്പിറ്റലിൽ വൈജയന്തിയുടെ അടുത്തേക്ക് പോവേണ്ട സമയമായിരിക്കുന്നു. മോളെ അലീന, എനിക്കൊരു ചായ എടുത്തേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹോസ്പിറ്റലിലേക്ക് പോവാനുള്ളതാ. ബാലചന്ദ്രൻ അകത്തേക്ക് കയറിപ്പോയപ്പോൾ കൃഷ്ണമോളും അലീനയെ സഹായിക്കാൻ നേരെ അടുക്കളയിലേക്ക് കൂടി. ഇതേ സമയത്തിന് നഗരത്തിലെ തിരക്കിലൂടെ ശിവശങ്കരനും കമലയും ഭവിതയും രോഹിത്തും അടങ്ങുന്ന സംഘം അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കാറിനുള്ളിൽ കമലയുടെ നാവ് വിശ്രമമില്ലാതെ ചലിച്ചുകൊണ്ടേയിരുന്നു. ബാലചന്ദ്രനെതിരെ അവൾ വിഷം ചീറ്റുകയായിരുന്നു. കണ്ടില്ലേ ശിവശങ്കര, ബാലചന്ദ്രന്റെ തനി നിറം. അലീനയെ കിട്ടിയപ്പോൾ സ്വന്തം മക്കളെ പോലും അയാൾക്ക് വേണ്ടാതായി. ഭവിതയോടും രോഹിത്തിനോടും ഒന്നും അവിടെ ഒരു അവകാശവും തരില്ലെന്ന് പച്ചയായിട്ട് പറയുകയല്ലേ അയാൾ ചെയ്തത്. കടപ്പാട്ട് ഒരു വീട് മുഴുവനായിട്ട് അവൾക്ക് എഴുതി കൊടുക്കാനാണ് ആലോചന. ഇന്നലെ വന്ന അലീനക്ക് അച്ഛനും വീടും ഒക്കെ വേണം. പിന്നെ അവിടെ ഒരുത്തി നിൽക്കുന്നുണ്ടല്ലോ കൃഷ്ണ. അവളെയും അലീന ആ വീട്ടിൽ നിന്നും അധികം വൈകാതെ തന്നെ അടിച്ചിറക്കിക്കോളും. കമലയുടെ കുത്തുവാക്കുകൾ കേട്ട് രോഹിത്ത് ആകെ അസ്വസ്ഥനായി. അവൻ പറഞ്ഞു, ആന്റി ഒന്നും മിണ്ടാതിരിക്കുന്നോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. രോഹിത്തിന്റെ ഉള്ളിലെ ദേഷ്യം കമല കൃത്യമായി തന്നെ ആളി പടർത്തുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ സൗദാമിനെ മുത്തശ്ശി കമലയുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. വൈജയന്തിയുടെ അവസ്ഥയെക്കുറിച്ച് തിരക്കിയ മുത്തശ്ശിയോട് കമല പറഞ്ഞത് നുണകൾ കലർന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. വൈജയന്തിയുടെ കാര്യമല്ലമ്മേ, അമ്മയുടെ പ്രിയപ്പെട്ട ബാലചന്ദ്രന്റെ സ്വഭാവമാണ് ഇപ്പൊ അമ്മ അറിയേണ്ടത്. അയാൾക്കിപ്പോ അയാളുടെ സ്വന്തം മക്കളെയൊന്നും വേണ്ട, അലീനയെ മാത്രം മതി. ഭവിതയും രോഹിത്തിനെയും അവിടെ നിന്നും അടിച്ചിറക്കി വിട്ടതാണ് ബാലചന്ദ്രൻ. കമലയുടെ വാക്ക് കേട്ട സമയത്തിന് മുത്തശ്ശി ആകെ ഞെട്ടിപ്പോയി. ബാലചന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. കമല പുച്ഛത്തോടെ മറുപടി നൽകി. അമ്മക്ക് വിശ്വാസമായെങ്കിൽ കൊച്ചുമോളെ തന്നെ വിളിച്ചു ചോദിച്ചു നോക്ക്. ഭവിതയും രോഹിത്തും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് കമല പഠിപ്പിച്ചു വെച്ചതുപോലെ തന്നെ പറഞ്ഞു. അവിടെ അലീനയുടെ ഭരണമാണ് മുത്തശ്ശി. അവിടെ അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം അവിടെ നിന്നാ മതി എന്നാണ് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നു. അച്ഛനിപ്പോ ഞങ്ങൾ എന്നും വേണ്ട. മുത്തശ്ശി അന്നേരം ഒന്നും മിണ്ടാതെ അകത്തേക്ക് തന്നെ നടന്നു. അവർക്കറിയാമായിരുന്നു കമലയുടെ കൂടെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ ഭവിതയും രോഹിതും ഒക്കെ സ്വഭാവം തന്നെ താനെ പഠിക്കുമെന്ന്. ജോലി ചെയ്യാൻ മടിയുള്ള ഇവർക്ക് കമല പച്ച വെള്ളം പോലും എടുത്തു കൊടുക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഇതേ സമയം ഹരിശങ്കറിന്റെ ഫോണ് നിർത്താതെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അവന്റെ കാമുകിയായിരിക്കും വിളിക്കുന്നത്. രോഹിത്തിനോട് നുണയും പറഞ്ഞ് ഹരി അവിടെ നിന്നും സ്കൂട്ടായി. എടാ, അവൾ പിണക്കത്തിലാണ്. ഇന്നലെ കാണാമെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ കാരണം ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. ഹരിയുടെ ലോകം മദ്യവും മയക്കുമരുന്നും കാമുകിയും മാത്രമായിരുന്നു. രോഹിത്തിന് ഇതൊക്കെ അറിയാമായിരുന്നുവെങ്കിലും അവൻ ഹരിയുടെ ഒപ്പമേ നിൽക്കാറുള്ളൂ. ഹോസ്പിറ്റലിൽ ബാലചന്ദ്രൻ എത്തുമ്പോൾ മനുശങ്കർ അവിടെ അസ്വസ്ഥമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ എങ്കിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മനു തിരക്കി. എല്ലാം ഒരു വഴിക്കങ്ങ് ആക്കി മനു. അലീനയും കൃഷ്ണമോളും ഇപ്പോൾ അവിടെ സുരക്ഷിതരാണ്. മനു ആശ്വാസം പ്രകടിപ്പിച്ചു. എന്റെ അച്ഛനും അമ്മയും കാണിക്കുന്നത് വിഡ്ഢിത്തരമാണങ്ങളെ. ഭവിതയും രോഹിത്തും കുറച്ചു കാലം അവിടെ നിന്ന് കഷ്ടപ്പെടട്ടെ. അപ്പോഴേ അച്ഛന്റെ വില അവർക്കങ്ങ് മനസ്സിലാവുള്ളൂ. മനുവിനോട് അലീനെ ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ടതിന് ബാലചന്ദ്രൻ നേരെ വൈജയന്തിയുടെ ഐസിന്റെ മുന്നിലേക്ക് പോയി. നഴ്സ് വന്ന് അനുവാദം നൽകി. ബാലചന്ദ്രൻ അകത്തേക്ക് കയറി. ബെഡിൽ നിശ്ചലമായി കിടക്കുന്ന വൈജയന്തിയെ കണ്ടപ്പോൾ ബാലചന്ദ്രന്റെ ഉള്ളിൽ ഒരു കടലിരമ്പി. മുഖത്ത് നിറയെ പ്ലാസ്റ്ററുകൾ, നീര് വീർത്ത കവിളുകൾ.
വഞ്ചനയുടെ വലിയൊരു പാപം പേറുന്നവളാണെങ്കിലും അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരണമേ എന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. നീ എഴുന്നേൽക്കണം വൈജയന്തി, സത്യങ്ങളെല്ലാം ലോകമറിയണം. അതുവരെ ഇവൾ എന്റെ മകളായി തന്നെ ഇരിക്കും. ആർക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. അയാളുടെ ഉള്ളിലെ ദൃഢനിശ്ചയം കണ്ണുകളിൽ പ്രതിഫലിച്ചു. പിന്നീട് അങ്ങനെ മനുശങ്കർ അലീനയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. വാതിൽ തുറന്ന അലീനയുടെ മുഖത്ത് ഒരു സങ്കടത്തിൽ മനു കണ്ടു. അവൾ അവന് ചായ നൽകി. അമ്മക്ക് എങ്ങനെയുണ്ട് മനുവേട്ട എന്ന് അവൾ താഴ്ന്ന സ്വരത്തിൽ തന്നെ ചോദിച്ചു. റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല. മനു അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. അലീന കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല മനുവേട്ട. ഞാൻ വന്നതുകൊണ്ടല്ലേ അച്ഛനും കുടുംബവും തമ്മിൽ ഇങ്ങനെയൊക്കെ തെറ്റിയത്. മനു അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നീ എന്തിനാ മോളെ ഈ കുറ്റബോധം ഇങ്ങനെ പേറുന്നത്? തെറ്റ് ചെയ്തത് ആന്റിയാണ്. ആന്റി അങ്കിളിനോട് അതെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. നീ വന്നതുകൊണ്ടാണ് എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞത്. അലീന ഗദ്ഗതത്തോടെ തുടർന്നു. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മനുവേട്ട. അച്ഛൻ എന്നെ സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ കാരണം അദ്ദേഹം കേൾക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങൾ. അച്ഛന്റെ അവിഹിത സന്തതിയാണ് ഞാൻ എന്ന് ലോകം വിളിക്കുമ്പോഴും ആ പാവഭാരം തലയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു ഞാനാണ് അച്ഛന്റെ ഊന്നുവടിയെന്ന്. അച്ഛനെ വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടേക്കും പോവാൻ കഴിയില്ല മനുവേട്ട. തകർന്നു പോയ അലീനെ മനു തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കരയരുത് അലീന, നിനക്ക് ഞാനുണ്ട്, നിന്റെ അച്ഛനുണ്ട്. നിന്റെ കണ്ണു നിറഞ്ഞ ഞങ്ങൾക്കെല്ലാവർക്കും അത് ഒരുപാട് വേദനയായിരിക്കും. ആ ആശ്വാസവാക്കുകളിൽ അലീന തന്റെ സങ്കടമെല്ലാം തന്നെ അലിയിച്ചു കളഞ്ഞു. മനുവിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോഴും അലീനയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് അടങ്ങുന്നുണ്ടായിരുന്നില്ല. മനു പതുക്കെ അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു. അലീന, നീ ഇങ്ങനെ തളർന്നു കഴിഞ്ഞാൽ അങ്കിൾ പാടെ തകർന്നു പോവും. അദ്ദേഹത്തിന്റെ ശക്തി നീയാണ്. നീ തന്നെയല്ലേ പറഞ്ഞത്? ആ ശക്തി ഇല്ലാതാക്കാൻ ആരെയും നീ അനുവദിക്കരുത്. അലീന കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. മനുവേട്ടാ, വൈജയന്തി അമ്മ എഴുന്നേറ്റ് വരുമ്പോൾ ഇനിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അച്ഛന്റെ മുന്നിൽ എങ്ങനെ അവർക്ക് മുഖം കാണിക്കാൻ പറ്റും? അച്ഛന്റെ സ്നേഹം അവർ ചതിക്കുകയായിരുന്നില്ലേ? മനു ദീർഘനിശ്വാസം വിട്ടു. സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ വേദനിക്കും, പക്ഷേ ആ വേദനയിൽ നിന്നൊരു പുതിയ തുടക്കം ഉണ്ടാവുക. നമുക്ക് അങ്കിളിന്റെ ഒപ്പം നിൽക്കാം അലീന. ഇതേ സമയത്ത് തന്നെ കൊല്ലപ്പള്ളി വീട്ടിൽ കമലയുടെ തന്ത്രങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ബബിതയും രോഹിതും അവിടെ എത്തിയെങ്കിലും കമലയുടെ സ്വഭാവം തന്നെ മാറാൻ തുടങ്ങിയിരുന്നു. എടാ രോഹിത്തെ, വെറുതെ ഇവിടെ ഇരുന്ന് ഉരുണ്ടിറങ്ങിയാൽ പോരാ. ബാലചന്ദ്രന്റെ വീട്ടിൽ നിനക്കുള്ള അവകാശം നേടിയെടുക്കാൻ നമ്മൾ നിയമപരമായി തന്നെ നീങ്ങണം. ആ അലീനെ അവിടെ നിന്നും പടിയിറക്കണം. കമല ഓരോന്നും ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ജോലി ചെയ്യാൻ മടിയുള്ള രോഹിത്തിനും ബബിതക്കും കമലയുടെ വീട്ടിൽ ചിട്ടാവട്ടങ്ങൾ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. കമല അവരെ കൊണ്ട് വീട്ടുജോലികൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ അവർക്ക് തങ്ങളുടെ പിതാവിന്റെ സ്നേഹവും സാന്ത്വനവും എല്ലാം തന്നെ മിസ് ചെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ വൈജയന്തിയുടെ ബോധം പതുക്കെ തെളിയുകയായിരുന്നു. അബോധാവസ്ഥയിൽ അവൾ അലീനയുടെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു. ബാലചന്ദ്രൻ അവൾക്കരികിൽ ചെന്ന് നിന്നു. വൈജയന്തി കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ബാലചന്ദ്രനെ കണ്ട് അവൾ ആകെ വിറച്ചുപോയി. ബാലേട്ടാ, ഞാൻ അവൾക്ക് വാക്കുകളൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബാലചന്ദ്രന്റെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ലായിരുന്നു. നീ സംസാരിക്കേണ്ട വൈജയന്തി, നിന്റെ ആരോഗ്യം നന്നാവട്ടെ. പക്ഷേ നീ അറിഞ്ഞോ അറിയാതെയോ നശിപ്പിച്ചത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ്. അലീനെ നീ നിന്റെ മകളായി അംഗീകരിച്ചില്ല എങ്കിലും അവൾ എന്റെ മകളാണ്. ഇനി അതാരും മാറ്റാനും പോകുന്നില്ല. വൈജയന്തിന്റെ കണ്ണുകൾ വീണ്ടും കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. മനുവും അലീനയും പിറ്റേന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവിടെ എത്തുമ്പോൾ ശിവശങ്കരനും കമലും അവിടെ തന്നെ വലിയൊരു ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ബബിതയും രോഹിത്തിനെയും കൂട്ടി അവർ ഹോസ്പിറ്റലിലേക്ക് വന്ന് അലീനക്കെതിരെ ശബ്ദമുയർത്തി. അവളെ ഇവിടെ കണ്ടുപോവരുത്. ഇവൾ കാരണമാണ് വൈജയന്തിക്ക് ഈ ഗതി വന്നത്. കമല ആക്രോശിച്ചു. എന്നാൽ മനുശങ്കർ മുന്നിലേക്ക് വന്ന് അവളെ തടഞ്ഞു നിർത്തി. മതി അമ്മേ, നിർത്തിക്കോളൂ. ഇവിടെ എല്ലാവർക്കും ആരെയും പുറത്താക്കാനൊന്നും അധികാരമില്ല. അലീന അങ്കിളിന്റെ മകളാണ്. അങ്കിളുടെ സമ്മതമില്ലാതെ ആരും ഇവിടെ തൊട്ടുപോവരുത്. മനുവിന്റെ ആത്മവിശ്വാസം കണ്ട് കമല ഒന്ന് പകച്ചു. ബാലചന്ദ്രൻ പുറത്തേക്ക് വന്ന് ഗൗരവത്തോടെ പറഞ്ഞു, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ കിടക്കുന്നത് എന്റെ ഭാര്യയാണ്. ഇവിടെ വന്ന് നിങ്ങൾ തറവാട്ട് വിഷയങ്ങളൊന്ന് വിളിച്ചു പറയുന്നവർക്ക് ഇവിടെ നിന്നും പോവാം. രോഹിത്തും ബബിതയും വന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ കണ്ടിട്ട് ഉടനെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങണമെന്നും ബാലചന്ദ്രൻ പറയും. അങ്ങനെ ബബിതയും രോഹിത്തും അമ്മയെ കാണാൻ അകത്തേക്ക് കയറി. പ്ലാസ്റ്ററിലും വേദനയും കഴിയുന്ന അമ്മയെ കണ്ടപ്പോൾ അവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ബാലചന്ദ്രൻ അലീനെ അകത്തേക്ക് വിളിച്ചു. വൈജയന്തിയുടെ മുന്നിൽ അലീന ചെന്ന് നിന്നു. ഒരു നിമിഷം ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. വൈജയന്തി അലീനയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അലീന വിറക്കുന്ന കൈകളോടുകൂടെ തന്നെ അത് സ്വീകരിച്ചു. സ്നേഹമാണോ വെറുപ്പാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു നിമിഷം. പുറത്ത് മനു ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അലീനക്ക് അർഹമായ സ്ഥാനം നേടിക്കൊടുക്കാനും അവളെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും തന്നെ മനു തീരുമാനിച്ചു. വൈജയന്തി ICU മുറിയിലായപ്പോൾ മരണതുല്യമായ നിശബ്ദതയായിരുന്നു. മെഷീനുകളുടെ കൃത്യമായ ബീപ് ബീപ് ശബ്ദങ്ങൾ മാത്രം ആ നിശബ്ദയെ ഭേദിച്ചുകൊണ്ടിരുന്നു.
അലീന വിറക്കുന്ന കൈകളോടുകൂടെ തന്നെ തന്റെ ജന്മത്തിന് കാരണമായ, എന്നാൽ തന്നെ ഒരു നിഴലായി മാത്രം കണ്ടിരുന്ന ആ സ്ത്രീയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. വൈജയന്തിയുടെ കണ്ണുകൾ പതുക്കെ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അലീനയെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ ഭയമാണോ, കുറ്റബോധമാണോ, അതോ തിരിച്ചറിയാനാവാത്ത വേറെന്തെങ്കിലും വികാരമാണോ എന്ന് മനസ്സിലാക്കാൻ അലീനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. വൈജയന്തിയുടെ വരണ്ട ചുണ്ടുകൾ പതുക്കെ ചലിച്ചു. അലീന! ആ വിളി നേർത്തതായിരുന്നു. എങ്കിലും അലീനയുടെ ഉള്ളിൽ അത് വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചു. അലീന ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു കണ്ണുനീർത്തുള്ളി വൈജയന്തിയുടെ കൈകളിലേക്ക് അടർന്നു വീണു. അത് കണ്ടപ്പോൾ വൈജയന്തിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് തന്നെ വൈജയന്തി പതുക്കെ പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കരുത്. ഞാൻ നിന്നെ ഉപേക്ഷിച്ചവളാണ് മോളെ. എന്റെ പദവിയും അഭിമാനവും ഓർത്തു ഞാൻ നിന്നെ ഒരു അനാഥയാക്കി മാറ്റിയവളാണ്. ഈ കിടപ്പിലൂടെ ദൈവം എനിക്ക് ശിക്ഷ തരികയാണ്. അലീന പതുക്കെ വൈജയന്തിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അമ്മേ, ഞാൻ ആരോടും പരാതി പറയാനൊന്നുമല്ല വന്നത്. എനിക്കറിയേണ്ടത് ഒന്നു മാത്രമാണ്. ഇത്രയും കാലം അച്ഛനെ ചതിക്കുമ്പോൾ അമ്മയുടെ മനസ്സ് ഒന്നുപോലും പിടഞ്ഞില്ലേ? എന്നെ കാണുമ്പോഴൊക്കെ സ്വന്തം ചോരയാണെന്ന് തോന്നിയിട്ടും അമ്മ എങ്ങനെയാണ് എന്നോട് ഇത്രയും മാത്രം ക്രൂരമായി പെരുമാറിയത്? വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി തലയിണയിലേക്ക് പടർന്നു. ഭയമായിരുന്നു മോളെ. ബാലചന്ദ്രന്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഈ ലോകം എന്നെ കുറ്റപ്പെടുത്തുമോ എന്ന പേടി. പക്ഷേ ഇന്ന് ഈ മരണക്കിടക്കയിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ കാത്തു സൂക്ഷിച്ച ആ പദവിയും എന്നെ രക്ഷിക്കാൻ വരില്ലെന്ന്. ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു. ഇനി എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയില്ല. ഈ സമയമാണ് വാതിലും തുറന്നു കൊടുത്തിന്റെ മനുവും ബാലചന്ദ്രനും ഈ സംഭാഷണം കേട്ടു നിൽക്കുന്നത്. ബാലചന്ദ്രന്റെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. താൻ സ്നേഹിച്ച സ്ത്രീ തന്നോട് ചെയ്ത ചതിയുടെ ആഴം എത്ര വലുതാണെന്നും അവളുടെ ആ തകർച്ച അയാളെയും വേദനിപ്പിച്ചു. അലീന പതുക്കെ വൈജയന്തിയുടെ നെറ്റിയിൽ തലോടി. അമ്മ സമാധാനമായി കിടന്നുറങ്ങിക്കോളൂ. അമ്മ ചെയ്ത തെറ്റിനെ അച്ഛൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം വെക്കാൻ എന്റെ ക്ഷമക്കൊന്നും കഴിയില്ല. എങ്കിലും എന്റെ അമ്മ എന്ന നിലയിൽ അമ്മ ജീവനോടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനി എന്റെ അച്ഛനെ വേദനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അലീന മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മനു അവൾക്ക് നേരെ കൈനീട്ടി. ആ കൈകൾ പിടിക്കുമ്പോൾ അലീനക്ക് വലിയൊരു ആശ്വാസം തോന്നിയിരുന്നു. തന്റെ ഭൂതകാലത്തിന്റെ ഭാരം അവൾ അവിടെ ഇറക്കി വെക്കുകയായിരുന്നു. പുറത്ത് കാത്തിരുന്ന കമലയും ശിവശങ്കരും അലീനെ തടയാൻ നോക്കിയെങ്കിലും മനുവിന്റെ ഒരു നോട്ടം അവരെ നിശബ്ദരാക്കി. ഇനി അലീനയുടെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട. അവളുടെ തീരുമാനങ്ങൾക്കും അഭിമാനത്തിനുമൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് മനു ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. ബാലചന്ദ്രൻ അങ്ങനെ അലീനയെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് പോവാം മോളെ. നമുക്ക് സമാധാനമായി ജീവിക്കണം. അങ്ങനെ കൊല്ലപ്പള്ളി തറവാട്ടിലെ ഇരുളടഞ്ഞ അധ്യായങ്ങൾ അവസാനിക്കുകയാണ്. എങ്കിലും സ്നേഹത്തിന്റെ പുതിയൊരു പുലരി അവിടെ വിരിയുകയായിരുന്നു. ഇനി നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്മൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.